إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. والفجر وليال عشر والشفع والوتر. يا أيها الإخوان والأخوات اتقوا الله عباد الله أوصيكم أولا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന ബോധത്തോടു കൂടി അമലുകളെ ചിട്ടപ്പെടുത്തി ക്രമപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ടേക്ക് നീക്കണം എന്ന് ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ഈമാനും മരിക്കുന്നത് വരെ പരിപൂർണമാക്കി തരുമാറാവട്ടെ. സഹോദരന്മാരെ സഹോദരിമാരെ, നിർണായകമായ സമയങ്ങളിലൂടെ ദിവസങ്ങളിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദുൽഖഅദ് വിട പറയുകയാണ്, ദുൽഹജ്ജിലേക്ക് എത്താൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ആരോഗ്യം നിലനിൽക്കുകയാണെങ്കിൽ മറ്റൊരു പുണ്യമാസങ്ങളിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെക്കാൻ പോകുന്നത്. ദുൽഹജ്ജിന്റെ പ്രത്യേകത വിശദീകരിക്കേണ്ടതില്ല. മക്കയുടെയും മദീനയുടെയും പ്രത്യേകതയും നമുക്ക് എല്ലാവർക്കും ഏറെ അറിയുന്നതുമാണ്. അള്ളാഹു എന്തിനാണ് ഇങ്ങനെ ചില സൂചനകളും സൂചകങ്ങളും നമുക്ക് നൽകിയത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അബദ്ധങ്ങളും അപാകതകളും അത് കാരണം നമ്മൾ നരകത്തിൽ പോകരുത് എന്ന ഒരു നിർബന്ധ ബുദ്ധി അള്ളാഹുവിനുണ്ട്. അവൻ റഹ്മാനാണ്, റഊഫാണ്, റഹീമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു അവൻ്റെ ഇബാദുകളോട്, അടിമകളോട് ആ കനിവിൻ്റെ ഭാഗമായി തെറ്റ് പൊറുക്കാൻ ഒരു കാരണം വേണമല്ലോ. അതിനുള്ള കാരണമാണ് ഓരോ പുണ്യ സമയങ്ങളും പുണ്യമാസങ്ങളും പുണ്യമണിക്കൂറുകളുമൊക്കെ നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. കൂടെ നമ്മൾ ഓർക്കേണ്ട വിഷയം, അള്ളാഹുവിൻ്റെ ശിആറുകളെ അവഗണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇസ്ലാമിൻ്റെ സ്തംഭങ്ങൾ എന്നാണല്ലോ. അള്ളാഹുവിൻ്റെ ശിആറുകൾ അതിനെ
കാറ്റിൽ പറത്തുന്ന ഒരു അവസ്ഥ അറിയാതെയും നമ്മിൽ വന്നു പോകാൻ പാടില്ല എന്നുള്ള ശ്രദ്ധയും നമ്മൾ വളരെ ജാഗ്രതയോടും ശ്രദ്ധിക്കേണ്ടതാണ്. പറഞ്ഞു വന്നത്, നമ്മുടെ തെറ്റുകളെ പൊറുക്കാൻ, റബ്ബിലേക്ക് നമ്മെ എത്തിക്കുവാൻ അള്ളാഹു സ്വീകരിച്ച ചില നിയമ നടപടികളാണ് പുണ്യങ്ങൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ ഒരുക്കുക എന്നുള്ളത്. റമദാൻ കഴിഞ്ഞു, ശവ്വാൽ കഴിയുന്നു, ദുൽഖഅദ കഴിയുന്നു, ദുൽഹജ്ജ് എത്തുന്നു, അതിനുശേഷം മുഹറം എത്തുന്നു. ഇങ്ങനെ ഓരോ ദിനങ്ങളോ മാസങ്ങളോ ആഴ്ചകളോ ഒക്കെ നമുക്ക് നൽകുന്നു. തിങ്കളാഴ്ചക്ക് പ്രാധാന്യം തരുന്നു, വ്യാഴാഴ്ചക്ക് പ്രാധാന്യം തരുന്നു, വെള്ളിയാഴ്ചക്ക് പ്രാധാന്യം തരുന്നു, സുബഹിയുടെ അത്താഴ നേരത്ത് നമുക്ക് പ്രാധാന്യം തരുന്നു. ബാങ്കിന്റെയും ഇഖാമത്തിന്റെ ഇടയുള്ള സമയം അത് ദുആഇന്റെ അഫ്ദലായ സമയമാണെന്ന് പറയുന്നു. മഗ്രിബ് നിസ്കാരത്തിന് തൊട്ട് മുന്നേ പ്രാർത്ഥന സ്വീകരിക്കുന്ന സമയത്തിൽ വളരെ അഫ്ദലാണ് എന്ന് പറയുന്നു. ഇങ്ങനെ ഒരുപാട് സമയങ്ങൾ നിശ്ചയിച്ചത് ഒരു മനുഷ്യനാകുമ്പോൾ സ്വാഭാവികമായി അവൻ തെറ്റുകൾ സംഭവിക്കും. അവിടെ കുല്ല ബനി ആദമ ഖത്താഉൻ എന്ന് പറഞ്ഞതുപോലെ തെറ്റുകൾ പറ്റിയ മനുഷ്യന് പശ്ചാത്തപിക്കുവാൻ, മടങ്ങുവാൻ, നന്മ ചെയ്യുവാൻ ഏറ്റവും നല്ല സമയമെന്ത് എന്ന് അന്വേഷിച്ച് നടക്കുന്നവർക്കുള്ള സമയമാണ് ഒരുപാട് സമയങ്ങൾ. പശ്ചാത്താപത്തിന് പുറമെ ഒരു നന്മക്ക് 10 ഇരട്ടി എന്നുള്ളതിന് പുറമെ ഒരു നന്മക്ക് 1000 ഇരട്ടി പ്രതിഫലം എന്നൊരു ക്രെഡിറ്റ്, എന്നൊരു യോഗ്യത ഒരു അടിമക്ക് കിട്ടണമെങ്കിൽ അതിനുള്ള സംവിധാനമാണ് അള്ളാഹു നിശ്ചയിച്ചത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ളുഹർ നിസ്കാരത്തിന് നിർബന്ധമാണ്. ആ ളുഹർ നിസ്കാരം ജമാഅത്തായി നിർവഹിക്കുമ്പോൾ 24 ഇരട്ടി പ്രതിഫലം എന്നാണ്. അതായത് 24 ളുഹർ നിസ്കരിച്ച കൂലി അല്ല, 24 ഇരട്ടിയോളം എന്നാണ്. അത് അവനവന്റെ കൽബും അവനവന്റെ നിയ്യത്തും അവനവന്റെ ഇഖ്ലാസും അനുസരിച്ച് 24 എന്നുള്ള 44, 54, 100, 1000, 10,000 ഇരട്ടിയായി പ്രതിഫലം വർദ്ധിക്കും. അതിന് ഏറ്റവും മൈന്യൂട്ടായ, ഏറ്റവും ചെറിയ പ്രതിഫലമാണ് 24 ഇരട്ടി എന്നുള്ളത്. അത് ഏറ്റവും ചെറുതാണ്. അത് സാധാരണ എല്ലാവർക്കും ലഭിക്കുന്ന ഒരു ഓഫറാണ് 24 ഇരട്ടി. പക്ഷേ ഒരു മനുഷ്യൻ ജമാഅത്തിലേക്ക് വരുമ്പോൾ അവന്റെ മനസ്സും അവന്റെ സാഹചര്യവും അവന്റെ ഇഖ്ലാസും അവന്റെ നിയ്യത്തും ഇതൊക്കെ കണക്ക് കൂട്ടിയിട്ട് ആ 24 ശേഷമാണ് കൂട്ടുക. 24 എല്ലാവർക്കും കിട്ടും. പക്ഷെ 24 24,000 24 ലക്ഷമോ 24 കോടിയോ അത് നെൽക്കതിരിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞതുപോലെ ഒരു നെല്ലാണ് നടുക, ആ ഒരു നെല്ലാണ് ചെടിയായി മുളക്കുക, ആ ഒരു ചെടിയിലാണ് ഒരുപാട് കതിരുകൾ ഉണ്ടാവുക, ആ കതിരിലാണ് ഒരുപാട് നെന്മണികൾ ഉണ്ടാവുക. ആ നെന്മണികൾ ഒന്നാണോ? അല്ല, എണ്ണിയാൽ തീരാത്ത അസംഖ്യം നെന്മണികളാണ് ഒരു നെല്ല് നട്ടാൽ ലഭിക്കുവാൻ പോവുക. അതുപോലെ 24 ഇരട്ടി എന്നുള്ളത് വർദ്ധിച്ചു 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 അത് മനുഷ്യന്റെ നിയ്യത്തുമായി ബന്ധപ്പെട്ട് വർധനവ് ഒരുപാടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ രൂപത്തിൽ നന്മകൾ ചെയ്യുന്നവർക്ക് അത് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നുള്ള ഒരു അറിവാണ് റബ്ബ് നമുക്ക് നൽകുന്നത്. അപ്പൊ അതിന് രാത്രി ചെയ്താൽ ഇത്ര പ്രതിഫലം എന്ന് പറഞ്ഞു. ഒരാൾ രാത്രി ഖുർആൻ പാരായണം ചെയ്താൽ ഖുർആൻ അവന് വേണ്ടി ശഫാഅത്ത് ചെയ്യും. റബ്ബേ, ഇവൻ എനിക്ക് വേണ്ടിയാണല്ലോ ഉറക്കമൊഴിച്ചത്, അതുകൊണ്ട് ഇവന്റെ കണ്ണിനെ നരകത്തിൽ സംരക്ഷിക്കണേ, ഇവന് ശഫാഅത്ത് കൊടുക്കണേ എന്ന് ഖുർആൻ അവർക്ക് അനുകൂലമായി പറയും എന്നാണ്. അത് ഖുർആൻ ഓതുന്നവർക്ക് കൊടുക്കുന്ന, രാത്രി ഓതുന്നവർക്ക് പ്രത്യേകമായി കൊടുക്കുന്ന ഒരു പ്രതിഫലമാണ്. ഇങ്ങനെ പ്രതിഫലങ്ങൾ കിട്ടുവാൻ സമയങ്ങൾ പറഞ്ഞു. അത്താഴ നേരം അള്ളാഹു ആകാശലോകത്തേക്ക് ഇറങ്ങുന്നു. അള്ളാഹു പറയുകയാണ്, ചോദിക്കുന്നവരുണ്ടോ ചോദിക്കൂ, പ്രാർത്ഥിക്കുന്നവരുണ്ടോ പ്രാർത്ഥിക്കൂ, തെറ്റ് ചെയ്തവരുണ്ടോ പൊറുക്കലിനെ തേടൂ, പൊറുക്കലിനെ തേടിയവർക്ക് ഞാൻ പുറത്തു കൊടുക്കും, പ്രാർത്ഥിക്കുന്നവർക്ക് ഞാൻ ഉത്തരം കൊടുക്കും, ചോദിക്കുന്നവർക്ക് ഞാൻ നൽകും. എന്ത് നൽകും? ചോദിക്കുന്നത് നൽകും. ആ 3 ചോദ്യങ്ങൾ, 3 പ്രഖ്യാപനങ്ങൾ അത്താഴ നേരത്തെ റബ്ബ് നടത്തുമെന്നാണ്. അത് പ്രത്യേകമായി സമയമാണെന്ന് പഠിപ്പിച്ചു. ആ നേരത്തെ ഒരാൾ അള്ളാഹുയോട് എന്ത് ചോദിച്ചാലും അള്ളാഹു അവന് കൊടുക്കും. കൊടുക്കാതിരിക്കൽ അള്ളാഹു ലജ്ജയുള്ള കാര്യമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇങ്ങനെ ഒരുപാട് സമയങ്ങൾ, ഒരുപാട് കാലങ്ങളൊക്കെ പഠിപ്പിച്ച കൂട്ടത്തിൽ ദുൽഹജ്ജിനെ കുറിച്ചും പറഞ്ഞു. ഞാൻ ഓതി വെച്ച ആയത്ത് അതാണ്, വൽ ഫജ്ർ വലയാലിൻ അശ്ർ. വൽ ഫജ്ർ,
പ്രഭാതം തന്നെയാണ് സത്യമെന്നാണ്. എന്താ പ്രഭാതത്തെക്കുറിച്ച് സത്യം ചെയ്യാൻ കാരണം? നമ്മൾ പലപ്പോഴും സത്യം ചെയ്യാറുണ്ട്. ചില ആളുകൾ തെറ്റായ സത്യം ചെയ്യാറുണ്ട്. എൻ്റെ ഉപ്പയാണ് സത്യം, ഉമ്മയാണ് സത്യം, ഇന്ന കബറാളിയാണ് സത്യം, ഇന്ന് മരിച്ചുപോയ മഹാനാണ് സത്യം, ഖുർആൻ തൊട്ട് സത്യം, കഅബയാണ് സത്യം, ഖിബിലയാണ് സത്യം, പള്ളിയാണ് സത്യം എന്നൊക്കെ ചിലർ തെറ്റായി സത്യം ചെയ്യാറുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അല്ലാത്ത വേറെ ഒന്നിനെ കൊണ്ടും സത്യം ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ല. സൃഷ്ടാവിനോട് മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. അല്ലാഹു ആണ് സത്യം എന്ന് പറയാം. എപ്പോഴും സത്യം ചെയ്യാൻ പറ്റും? അല്ലാഹ് 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 എന്ന് പറയാറുണ്ട്. തോന്നുമ്പോഴൊക്കെ സത്യം ചെയ്യാൻ പറ്റൂല. വളരെ നിർബന്ധ ഘട്ടത്തിൽ അത്യാവശ്യമാണ് തോന്നുമ്പോൾ മാത്രം സത്യം ചെയ്യാം. പക്ഷെ അത് ആരുടെ പേരിൽ? റബ്ബിന്റെ പേരിൽ മാത്രം. അല്ലാഹു ആണ് സത്യം, വല്ലാഹി എന്ന് പറയാം. അതല്ലാതെ അള്ളാഹുവിന്റെ സൃഷ്ടികളെ കൊണ്ടോ അള്ളാഹുവിന്റെ കലാമായ ഖുർആനിനെ കൊണ്ടോ സത്യം ചെയ്യാൻ ഒരു വിശ്വാസിക്ക് അനുവദനീയമല്ല. അതോടുകൂടി അവന്റെ ജീവിതത്തിൽ, അവന്റെ ഈമാനിൽ കളങ്കം സംഭവിച്ചു, ശിർക്ക് സംഭവിക്കുന്നു എന്ന് ചുരുക്കം. നമ്മുടെ കുട്ടികളെ ശ്രദ്ധിക്കണം. കുട്ടികൾ സ്കൂളിൽ പോകുമ്പോ, കോളേജിൽ പോകുമ്പോ നമ്മുടെ മക്കൾ പലപ്പോഴും ഇത്തരം ഉപദേശങ്ങൾ കേൾക്കാത്തവരോ ബോധവാന്മാരല്ലാത്തവരോ ആണെങ്കിൽ അവർ ഈ രൂപത്തിൽ ചെയ്താൽ അവരുടെ ഈമാൻ സംഭവിക്കുക ശിർക്ക് എന്നുള്ള മഹാപാതകമാണ് എന്നുള്ളത് നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കേണ്ട വിഷയമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഏതായാലും അള്ളാഹു സത്യം ചെയ്യുന്നു. അള്ളാഹു സത്യം ചെയ്യുമ്പോൾ പരിശുദ്ധമായതിനെ കൊണ്ട് മാത്രമേ സത്യം ചെയ്യുകയുള്ളൂ. കാരണം അള്ളാഹു ഹലീമാണ്, അള്ളാഹു മഹത്വമുള്ളവനാണ്. അതുകൊണ്ട് തന്നെ മഹത്വമുള്ളതിനെ കൊണ്ട് മാത്രമേ അള്ളാഹു സത്യം ചെയ്യുകയുള്ളൂ. വൽ ഫജ്ർ വൽ ലൈൽ എന്നൊക്കെയാണ് അള്ളാഹു സത്യം ചെയ്തത്. വൽ ഫജ്ർ പ്രഭാതം തന്നെയാണ് സത്യം എന്നാണ്. എന്താണ് അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞ കാര്യം? വൽ ഫജ്ർ വ ലയാലിൻ അശ്ർ. ലയാൽ ലൈൽ നമുക്കറിയാം. ലൈലുൻ എന്ന് പറഞ്ഞാൽ രാത്രി, ലയാൽ രാത്രികൾ എന്നാണ്. രാത്രിയുടെ ബഹുവചനമാണ് ലയാൽ എന്നുള്ളത്. വലയാലിൻ അശ്ർ 10 രാത്രികൾ തന്നെയാണ് സത്യമെന്നാണ്. ഇബ്നു അബ്ബാസ് റഹിമഹുല്ലാഹ്, ഇക്രിമ റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബികൾ ഈ ആയത്തിന് കൊടുത്ത അർത്ഥം വൽ ഫജ്രി വലയാലിൻ അശ്ർ എന്നുള്ളതിന്റെ അർത്ഥം അത് ദുൽഹജ്ജ് 10 ആണ്. ദുൽഹജ്ജ് 1 മുതൽ 10 വരെ ദിനങ്ങളാണ് എന്നാണ് വിശദീകരിച്ചു. തഫ്സീറുകൾ ആ രൂപത്തിലാണ് വ്യാഖ്യാനങ്ങൾ കാണുവാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോ വൽ ഫജ്രി വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ, ഒറ്റയിട്ടതും ഇരട്ടയുമായതായ രാത്രികൾ ഖുർആൻ എടുത്തു പറഞ്ഞ ദിനങ്ങളാണ് ദുൽഹജ്ജിലെ ദിനങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, സഹോദരിമാരെ, ഖുർആൻ 89-ാം സൂറത്തിൽ എടുത്തു പറഞ്ഞതോടുകൂടി ഈ ദുൽഹജ്ജ് 10 ദിനങ്ങളുടെ പ്രത്യേകത ഇനി വിശദീകരിക്കേണ്ട ആവശ്യമേ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ചില വിഷയങ്ങൾ വിശദീകരിക്കാം. അതിനു മുന്നേ ഒന്നുകൂടി നമുക്കറിയാം, ജൂതന്മാരൊക്കെ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ല ഉമറെ, നിങ്ങൾക്ക് ഇറങ്ങിയ ഒരു ആയത്തുണ്ടല്ലോ, ആ ആയത്ത് ഞങ്ങൾക്കാണ് ഇറങ്ങിയിരുന്നതെങ്കിൽ, ആ ആയത്ത് ഞങ്ങൾക്കാണ് ഇറങ്ങിയിരുന്നതെങ്കിൽ ഞങ്ങളത് ആഘോഷമാക്കുമായിരുന്നു എന്ന്. ഏതായത്? സൂറത്തുൽ മാഇദയിലെ 5-ാമത്തെ സൂറത്തിലെ 3-ാമത്തെ ആയത്ത് നമുക്കറിയാം. കുറച്ച് വലിയ ആയത്താണ്. അതിന് അവസാന ഭാഗം ഇപ്രകാരമാണ്, നമുക്കറിയുന്ന ഭാഗമാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിതു ലക്കുമുൽ ഇസ്ലാമ ദീന. ലെ അൽയൗം ഇന്നാണ്, അക്മൽതു ലക്കും ദീനക്കും നിങ്ങളുടെ ദീൻ പൂർത്തിയായ ദിനമാണ് ഇന്ന്. ലെ വഅത്മംതു അലൈക്കും നിഅമതി, നിഅമത്ത് അതിന്റെ അർത്ഥം നമുക്കൊക്കെ അറിയാലോ. വഅത്മംതു അലൈക്കും നിങ്ങൾക്ക് മേൽ ഇന്ന് തമാമായി പൂർണ്ണമായിട്ടുണ്ട്, ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. നിഅമതി എന്റെ അനുഗ്രഹങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. വറദീതു ലക്കും അൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ ദീനായി കൊണ്ട് ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തരികയും ചെയ്തിരിക്കുന്നു എന്നായത്തിന്റെ ഭാഗം. അപ്പോ ഇത് കേട്ടപ്പോ ജൂതന്മാർ ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, ദാ ഞങ്ങൾക്കായിരുന്നു ഇത്തരം ഒരായത്ത് കിട്ടിയതെങ്കിൽ ഞങ്ങളത് ആഘോഷാക്കുമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾക്കത് ആഘോഷം തന്നെയാണ്, അല്ലെ? അപ്പൊ ദീൻ പൂർത്തിയായി എന്ന് പ്രഖ്യാപിക്കപ്പെട്ട ദിനമാണ് അറഫ ദിനം. ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കേണ്ടതാണ് അറഫയെ കുറിച്ച്. അപ്പോ ദുൽഹജ്ജ് മാസത്തിലാണ് ദീനിന്റെ പൂർത്തിയായതിനെ കുറിച്ച് പറഞ്ഞത്. എന്താ അതിന്റെ അർത്ഥം? ഒരു ഗ്ലാസ് വെള്ളത്തിൽ വെള്ളം നിറയെ ഒഴിച്ചു കഴിഞ്ഞാൽ
പിന്നെ ആ ഗ്ലാസ് വെള്ളത്തിൽ എന്തെങ്കിലും ഒരു സാധനം ആ ഗ്ലാസ്സിൽ ഇട്ടാൽ വെള്ളം എന്തായി പോകും? വെള്ളം പുറത്തേക്ക് തുള്ളിപ്പോകും, പുറത്തേക്ക് തുളുമ്പിപ്പോകും, വെള്ളം മറിഞ്ഞു പോകും. ഇതുപോലെ ഇസ്ലാം ദീൻ പൂർത്തിയാക്കി. എന്റെ റസൂലുള്ളാഹിയുടെ വഫാത്തിന് ശേഷം പണ്ഡിതന്മാർക്കോ ഉസ്താദുമാർക്കോ കമ്മിറ്റിക്കാർക്കോ ഇന്ന കാര്യം നല്ലതല്ലേ, ഇന്ന കാര്യം നന്നാവുമല്ലോ, ദീനിൽ നിന്ന് കൂട്ടിയാൽ എന്താ കുഴപ്പം, അത് നല്ലതാവൂലേ എന്ന് ചിന്തിക്കുവാനോ കൂട്ടിക്കലർത്തുവാനോ ആർക്കും അധികാരമില്ല. കാരണം നിറഞ്ഞ ഗ്ലാസിൽ നിന്നും വെള്ളം പുറത്തേക്ക് പോകുന്നത് പോലെ ഇസ്ലാമിൽ പുതിയതായ ഒരു കാര്യം കൊണ്ടുവരുമ്പോൾ സുന്നത്തായ കാര്യം നഷ്ടപ്പെട്ടു പോകും. നിസ്കാരശേഷം കൂട്ടപ്രാർത്ഥന മാത്രം എടുക്കാം. നിസ്കാരശേഷം കൂട്ടപ്രാർത്ഥന ബിദ്അത്താണ്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടില്ല. നടത്തിയെന്ന് നടത്തുന്നവർക്കും ബാധയില്ല. ആ ബിദ്അത്തായ ഒരു കാര്യം, റസൂലുള്ള ചെയ്യാത്തൊരു കാര്യം, അത് ജനങ്ങൾക്ക് പഠിക്കാനാണ്, മഅ്മൂമുകൾക്ക് ദുആ പഠിക്കാനാണ്. ദുആ പഠിക്കുന്നത് വരെ ഒച്ചക്ക് ചൊല്ലിയാൽ എന്താ കുഴപ്പം, ചൊല്ലിയാൽ എല്ലാവർക്കും ആമീൻ കിട്ടുമല്ലോ, കൂട്ടമായ ആമീനല്ലേ എന്നിങ്ങനെ കുറെ ചിന്തകളിലൂടെ ആ പുതിയതായ ഒരു കാര്യം കൊണ്ടുവന്നപ്പോ എന്താ സംഭവിച്ചത്? റസൂലുള്ള പഠിപ്പിച്ച ഫർദ് നിസ്കാര ശേഷമുള്ള അഫ്ളലായ കുറെ പ്രാർത്ഥനകൾ സമൂഹത്തിന് ലഭിക്കാതെ പോയി. റസൂലുള്ള പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറ. ഫർദ് നിസ്കാര ശേഷം റസൂൽ നടത്തിയ ഒരു പ്രാർത്ഥനയാണത്. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവേ ഹാസിബിനി, എന്റെ വിചാരണ നീ ആക്കി തരണേ, ഹിസാബൻ യസീറ, ലഘുവായ വിചാരണയാക്കി തരണേ, എന്റെ വിചാരണ എളുപ്പാക്കി തരണേ. ആരുടെ വിചാരണ? എന്റെ വിചാരണ. ആരാ പ്രാർത്ഥിച്ചത്? റസൂലുള്ള. എപ്പോഴാ പ്രാർത്ഥിച്ചത്? ഫർദ് നിസ്കാരം. അപ്പൊ റസൂലുള്ള ഫർദ് നിസ്കാരത്തിൽ ആരായിരുന്നു? ഇമാമായിരുന്നു. ഇമാമായിരുന്ന റസൂലുള്ള പ്രാർത്ഥിക്കുന്നു എന്റെ വിചാരണ എന്ന്. അത് ജമാഅത്തായിട്ടായിരിക്കോ, കൂട്ടപ്രാർത്ഥനയായിരിക്കോ? ആയിരിക്കോ? അല്ല. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റക്ക് പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന കൂട്ടമായി പ്രാർത്ഥിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നു, അഫ്ദലുകൾ നഷ്ടപ്പെടുന്നു. അവനവന്റെ ആദികൾ, അവനവന്റെ വേദനകൾ, അവനവന്റെ പ്രശ്നങ്ങൾ, അവനവന്റെ പ്രയാസങ്ങൾ, അവനവന്റെ ആവശ്യങ്ങൾ പറയേണ്ട, പ്രാർത്ഥന സ്വീകരിക്കുന്ന ഏറ്റവും അഫ്ദലായ സമയങ്ങളിൽ ഒരു സമയമാണ് ഫർദ് നിസ്കാരം. ആ നേരത്തെ അവനവന്റെ ആവശ്യം പറയാൻ കഴിയില്ല. ഉസ്താദിന്റെ ആവശ്യം പറയുന്നു, അതിന് ആമീൻ പറയുന്നു, വേറൊരു പരിപാടിക്ക് അവിടെ സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ്. പോട്ടെ, ആ ഭാഗത്തേക്ക് വിശദീകരിക്കുന്നില്ല. അപ്പൊ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആയത്തിറങ്ങി. ജൂതന്മാര് പറഞ്ഞപ്പോ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾക്ക് അന്ന് പെരുന്നാളാണ്, ഞങ്ങളത് ആഘോഷമാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു ദിനം എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗം എന്നാണ്? ഒന്ന്, ഇഖ്ലാസ്. ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. ഇഖ്ലാസ് ഇല്ലാത്ത ഒരു അമലും ശരിയാവില്ലല്ലോ, അല്ലെ? നിഷ്കളങ്കത ആവശ്യമാണ് എല്ലാത്തിനും. മുഖ്ലിസ് ആവണം, ഇഖ്ലാസ് ഉണ്ടാവണം. എന്താ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ? നിഷ്കളങ്കത എന്നാണ് നമ്മൾ ഭാഷാപരമായി മലയാളീകരിക്കുക. ഇഖ്ലാസ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞത് അത് ശിർക്കിൽ നിന്നും കുഫറിൽ നിന്നും രക്ഷപ്പെട്ട അവസ്ഥ എന്നാണ് ഇഖ്ലാസിന് പണ്ഡിതന്മാരൊക്കെ കൊടുത്ത അർത്ഥം. അപ്പൊ ഇഖ്ലാസോട് കൂടിയായിരിക്കണം അമലുണ്ടായിരിക്കേണ്ടത് എന്നാണ്. രണ്ടാമതായി അതിന് നിയ്യത്ത് ഉണ്ടാവണം. നിയ്യത്ത് നിർബന്ധമാണ്. നിയ്യത്ത് എല്ലാ കാര്യങ്ങൾക്കും വേണം. പലപ്പോഴും നിയ്യത്തിനെ കുറിച്ച് നാം വിശദീകരിച്ചതായതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നിയ്യത്ത് നിർബന്ധമാണ്. മൂന്നാമതായി ഈ അമലുകൾ സ്വീകരിക്കപ്പെടാൻ ഇഖ്ലാസും നിയ്യത്തും ആവശ്യമാണ്. എന്നാൽ മാനുഷികമായി സൂചിപ്പിക്കപ്പെട്ടതുപോലെ തെറ്റുകൾ മനുഷ്യന് സംഭവിക്കാം. ആ തെറ്റുകൾ സംഭവിക്കുമ്പോൾ അള്ളാഹുയുടെ പശ്ചാത്താപം ഉണ്ടാവണം. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണമായിരിക്കണം അത്. എന്താണ്? കുറ്റപ്പെടുന്ന മനസ്സ്, കുറ്റബോധമുള്ള മനസ്സ്, സ്വയം കുത്തിപ്പറയുന്ന മനസ്സ്. പറ്റിപ്പോയല്ലോ. 1 മണിക്ക് തെറ്റ് ചെയ്ത മനുഷ്യൻ ഒന്നിന് അവന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ബോധമുണ്ട്. പറ്റിപ്പോയല്ലോ. ആ ഒരു കുറ്റബോധം ഉണ്ടാവണം. തൗബയുടെ, ഇസ്തിഗ്ഫാറിന്റെ, പശ്ചാത്താപത്തിന്റെ, മടക്കത്തിന്റെ, കുറ്റബോധത്തിന്റെ ഒരു മനസ്സ് ഈ ദുൽഹജ്ജിൽ നമുക്കുണ്ടാവണം. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ തെറ്റ് ചെയ്യാത്ത ആരും ഈ പള്ളിയിൽ ഉണ്ടാവില്ല, അല്ലേ? ഇന്നലെ ചെയ്ത തെറ്റ്, മിനിഞ്ഞാന്ന് ചെയ്ത തെറ്റ്, ജീവിതത്തിൽ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്ന തെറ്റ് ചെയ്യാത്ത ഒരാളുണ്ടാവില്ല. എങ്കിൽ പശ്ചാത്തപിക്കാൻ നമ്മൾ തയ്യാറാവണം. നാലാമതായി അസ്വല, നിസ്കാരം. നിസ്കാരം എന്ന് പറയുമ്പോൾ നിസ്കാരത്തിൽ കണിശത നിർബന്ധമാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് നേരം, അല്ലേ, റസൂലുള്ള അവസാന നേരങ്ങളിൽ സഹാബികളുടെ ഷോൾഡറിൽ കൈകൾ വെച്ചുകൊണ്ട്
വേച്ച് വേച്ച് പള്ളിയിലേക്ക് വന്നു എന്നാണ്. ആ പള്ളിയിലേക്ക് വന്ന രംഗം ഹദീസുകളൊക്കെ കാണുന്നുണ്ട്. എങ്ങനെ അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാ കിറാമുകളുടെ തോളത്ത് കൈവച്ച് വരുമ്പോ, ഫാദർ അബ്ബാസ് സല്ലല്ലാഹു തോളത്ത് കൈവച്ച് വരുമ്പോ റസൂലുള്ളാഹിയുടെ കാല് നിലത്തിങ്ങനെ ഒരഞ്ഞിരുന്നു എന്നാണ്. നടക്കാൻ കഴിയായിട്ട് കാല് ബാലൻസ് കിട്ടാഞ്ഞിട്ട് നിലത്തിങ്ങനെ ഒരഞ്ഞ് അടയാളം നിലത്തുണ്ടായിരുന്നാണ്. അങ്ങനെ വേച്ച് വേച്ച് വേച്ചിട്ടും പള്ളിയിലേക്ക് വന്നിരുന്നു എന്നാണ്. അല്ലേ? അബ്ദുല്ലാഹ് ഇബ്നു മക്തൂമിന്റെ ചരിത്രം നമുക്കറിയാം. നബിയെ, ഞാൻ അന്ധനാണ്, കണ്ണു കാണൂല, പക്ഷെ എന്റെ വീട്ടിൽ ബാങ്ക് കേൾക്കുന്നുണ്ട്, ഞാൻ പള്ളിയിലേക്ക് വരണമെന്ന് ചോദിക്കുന്നുണ്ട്. അല്ലേ? അപ്പോ പള്ളിയിലേക്ക് വരുന്ന വിഷയം, ജമാഅത്തിൽ പങ്കെടുക്കുന്ന വിഷയം, നിസ്കാരത്തിൽ പങ്കെടുക്കുന്ന വിഷയം, അതിനേക്കാൾ ഉപരി ഫർദ് നിസ്കാരത്തിന്റെ സമയനിഷ്ഠ സ്ത്രീകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഫർദ് നിസ്കാരത്തിന്റെ സമയനിഷ്ഠ നമ്മൾ വളരെ ഗൗരവത്തോടെ എടുക്കേണ്ട വിഷയമാണ്. നിസ്കാരം നമ്മൾ പലപ്പോഴും ടൈം മാനേജ്മെന്റ്, കച്ചവടക്കാരൊക്കെ പല കോഴ്സുകൾക്കും പോകാറുണ്ട്. ഇന്ന് ഡിഗ്രി തലങ്ങളിൽ പഠിക്കുന്ന ഒരു കോഴ്സാണ് ടൈം മാനേജ്മെന്റ്. സത്യത്തിൽ ഈ ടൈം മാനേജ്മെന്റ് എന്നുള്ള സംവിധാനം പഠിക്കാൻ പോകേണ്ടിയില്ല. ഒരാൾ തന്റെ 7ാമത്തെ വയസ്സിൽ ഇസ്ലാമികമായ ചിട്ടയോടുകൂടി കൃത്യമായി ജീവിക്കുകയാണെങ്കിൽ അവന് എങ്ങനെ ടൈം മാനേജ്മെന്റ് നടപ്പിലാക്കാമെന്ന് പഠിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് നിഷ്ഠതയില്ലാത്തത്? എന്തുകൊണ്ടാണ് ജീവിതത്തിൽ കൃത്യനിഷ്ഠ വരാത്തത്? എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഒരു ലെവൽ കിട്ടാത്തത്? ഒരുപാട് പണിയാണ് ചെയ്തു തീർക്കാൻ, പക്ഷെ ഒന്നും തീരുന്നില്ല, ഒരു പണി നടന്നിട്ടുമില്ല, എന്നാൽ സമയമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാ? ജീവിതം ആകെ ഒരു അലമ്പാൻ. എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ, ഇബാദത്തിൽ നിഷ്ഠ കാണിച്ചാൽ നമുക്ക് ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹരിക്കാൻ പറ്റുമെന്നുള്ളതാണ് അതിനെക്കുറിച്ച് പഠിച്ചവർ പറയുന്നു. അല്ലാഹു അലം. എല്ലാവരും തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരിമാരെ, അപ്പോ പ്രത്യേകിച്ച് സ്ത്രീകൾ ശ്രദ്ധിക്കണം. നിസ്കാരം, വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞ്, എല്ലാം കഴിഞ്ഞ് ഒരു പണിയുമില്ല, ശരി ഇനിയൊന്നുമില്ലല്ലോ എന്ന് തോന്നി ഒരു പണിയും ഇല്ലാതാകുമ്പോ ചെയ്യേണ്ടുന്ന ഒരു നിവൃത്തി കേടുമല്ല നിസ്കാരം എന്നുള്ളത്. മറിച്ച് സമയനിഷ്ഠയോടുകൂടി നിർവഹിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ ഫർദ് നിസ്കാരം നാം ശ്രദ്ധിക്കുക, കൂട്ടത്തിൽ സുന്നത്ത് നിസ്കാരവും നിർവഹിക്കാൻ ശ്രദ്ധിക്കുക. സുന്നത്ത് നിസ്കാരങ്ങൾ കൂടുതൽ വീട്ടിലാണ് സുന്നത്ത്, നമുക്കറിയാം, വിശദീകരിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീടുകൾ ഖബറാക്കരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞത് എന്താ? വീട്ടിൽ ഖുർആൻ പാരായണം നടത്താനാണ്. കാരണം ഖബറാളികളുടെ അടുക്കൽ പോയിട്ട് ഖുർആൻ പാരായണം നടത്താൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ വീടിനെ ഖബറാക്കരുത്, അതുകൊണ്ട് വീട്ടിൽ ഖുർആൻ പാരായണം ചെയ്യണമെന്ന് പറഞ്ഞു. വീട്ടിൽ നിസ്കരിക്കാൻ പഠിപ്പിച്ചു. മാക്സിമം സുന്നത്തുകൾ, റവാത്തിബുകൾ വീട്ടിലാക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ പള്ളി കയറി 2 ലാഭാൻ, തഹിയ്യത്ത് കൂടി നിസ്കരിക്കാൻ സമയം കൂടി കിട്ടും. ആ രൂപത്തിൽ സുന്നത്തുകൾ വീട്ടിൽ നിർവഹിക്കുക. മാക്സിമം സുന്നത്തുകൾ നിർവഹിക്കുക. ജുമുഅക്ക് ശേഷമുള്ള സുന്നത്തും നിർവഹിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ നിസ്കാരത്തിൽ കണിച്ചത നോമ്പ്, ഈദുൽ ഹജ്ജ് 10 ദിനങ്ങൾ, 9 ദിനങ്ങൾ, പരമാവധി പറ്റാവുന്ന ദിവസങ്ങളൊക്കെ ചുരുങ്ങിയത് വരുന്ന തിങ്കളും വ്യാഴവും എങ്കിലും നോമ്പെടുക്കാനുള്ള ശ്രദ്ധയും താല്പര്യവും നമ്മളെല്ലാവരും കാണിക്കണം. നമ്മുടെ വീട് ഒരു ആഘോഷമാവട്ടെ, നോമ്പിന്റെ ഒരു ഉല്ലാസമാവട്ടെ നമ്മുടെ വീട്. ആ രൂപത്തിൽ ദുൽഹജ്ജിന്റെ പരമാവധി നോമ്പനുഷ്ഠിക്കാൻ കഴിയാത്തവർ വരുന്ന തിങ്കളും വ്യാഴവും നോമ്പനുഷ്ഠിക്കാനുള്ള ശ്രദ്ധയും ജാഗ്രതയും താല്പര്യവും കാണിക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി ഓർമ്മിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് സുഹൃതങ്ങൾ, നന്മകൾ പ്രവർത്തിക്കുക. പരമാവധി നന്മകൾ പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കണം. നന്മ എന്ന് പറഞ്ഞാൽ ചിരി നന്മയാണല്ലോ, ഒരു വാക്ക് പറയുന്ന നന്മയാണല്ലോ, ഒരാളുടെ ആ വഴിയിൽ നല്ല നിരക്ക് നടന്നോ എന്ന് പറയുന്ന നന്മയാണല്ലോ, ആ ഷൂ വലത്തുകാരോട് ധരിച്ചോ എന്ന് പറയുന്ന നന്മയാണല്ലോ, ഒരാൾക്ക് ഒരു പേന എടുത്തു കൊടുക്കൽ നന്മയാണല്ലോ. അപ്പൊ നന്മ എന്ന് പറയുമ്പോ നമ്മൾ വേറെ എവിടെയൊക്കെയോ പോകണ്ടെന്നർത്ഥം. ഒരു ഉറുപ്പ്യ കയ്യിലില്ലാത്തവരും ചെയ്യാൻ പറ്റുന്ന വലിയൊരു സംവിധാനമാണ് നന്മ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നന്മ പരമാവധി അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മള് തക്ബീറുകൾ അധികരിപ്പിക്കുക. തക്ബീർ മുത്തലഖും തക്ബീർ മുഖയ്യദുമുണ്ട്. തക്ബീർ മുത്തലഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ 1 മുതൽ ദുൽഹജ്ജ് 1 മുതൽ തക്ബീർ ചൊല്ലാമെന്നാണ്. ഹദീസുകൾ ഒരുപാട് നമുക്ക് വിശദീകരിക്കേണ്ടതാണ്. മാമിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹ് വലാ അഹബ്ബു ഇലൈഹി മിനൽ അമലി സ്വാലിഹ്. റസൂലുള്ളാഹി ചോദിക്കാൻ, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാ എന്ന് ചോദിച്ചു. ഈ ദിവസങ്ങളിൽപ്പെട്ട അമലേതാണ്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഫഅക്സിറു ഫീഹിന്ന മിനൽ തഹ്ലീലി വത്തക്ബീരി വതഹ്മീദ്. അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അത് വർദ്ധിപ്പിക്കാനും പഠിപ്പിക്കാൻ. അപ്പോൾ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സഹാബികൾ
ദുൽഹജ്ജ് 1 മുതൽ അല്ലാഹു അക്ബർ തക്ബീറുകൾ ചൊല്ലാറുണ്ടായിരുന്നു എന്നാണ്. തക്ബീറുകൾ പോകുമ്പോഴും വരുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക, തസ്ബീഹുകൾ തഹ്ലീലുകൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. നമ്മള് തക്ബീറുൽ മുഖയ്യദ് എന്ന് പറഞ്ഞു, അത് നമ്മുടെ അറഫാ ദിനത്തിന്റെ സുബ്ഹി മുതൽ നമ്മൾ ചൊല്ലുന്ന തക്ബീറാണ്. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കാം അടുത്ത ആഴ്ച തൗഫീഖ് ഉണ്ടെങ്കിൽ. അപ്പൊ ഏതായാലും ദുൽഹജ്ജ് 1 മുതൽ തക്ബീറും തഹ്ലീലും തഹ്മീദും നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. നാവിൽ ചൊല്ലാൻ എളുപ്പമാണ്, പക്ഷെ അത് കൽബറിഞ്ഞിട്ടുണ്ടാവണം, കൽബിലുണ്ടാവട്ടെ. അത്തരം ദിക്റുകൾ, നോമ്പ്, സുഹൃതങ്ങൾ, അതേപോലെ തസ്ബീഹുകൾ, തക്ബീറുകൾ, അതേപോലെ റസൂൽ പഠിപ്പിച്ചതാണ് അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഉ, 4 കലിമത്ത് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ. അല്ലേ? ഈ കലിമാത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. പ്രത്യേകിച്ച് ദുൽഹജ്ജ് ദിനങ്ങളിൽ അത് നമ്മുടെ പ്രാവർത്തികമാക്കി മാറ്റാൻ ശ്രദ്ധിക്കുക. ഈ രൂപത്തിൽ അമലുകൾ വർദ്ധിപ്പിക്കുവാനുള്ള ശ്രദ്ധയും ജാഗ്രതയും നമുക്കുണ്ടാവുക. പിന്നെ ഉളുഹിയ്യത്താണ്. ഉളുഹിയ്യത്ത് എന്ന് പറയുമ്പോൾ ഈ ദുൽഹജ്ജ് മാസത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. ഉളുഹിയ്യത്തിന് ചേരേണ്ട സമയം കഴിഞ്ഞിട്ടൊന്നുമില്ല. നിലവിൽ ഉളുഹിയ്യത്തിന് തയ്യാറെടുത്തവർ, ഉളുഹിയ്യത്തിന് ചേർന്നിട്ടുള്ളവർ ദുൽഹജ്ജ് 1 മുതൽ നഖം, മുടി പോലെയുള്ള കാര്യങ്ങൾ വെട്ടാനോ കളയാനോ പാടില്ല. അതുകൊണ്ട് ദുൽഹജ്ജ് 1 ആകുന്നതിന് മുന്നേയായി അവർ മുടി വെട്ടുക, നഖം വെട്ടുക പോലെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഇനി ഒരാൾക്ക് സൗകര്യം കിട്ടിയിട്ടില്ല, ദുൽഹജ്ജ് 1 ശേഷമാണ് തീരുമാനിക്കേണ്ടി വരുന്നത്, അവർക്ക് ആ നേരത്തെ തീരുമാനിക്കാം. എന്തായാലും തീരുമാനിച്ചത് മുതൽ അവർ ആ രൂപത്തിൽ ജാഗ്രത കാണിക്കണം. ആരെങ്കിലും ഈ പള്ളിയിലുള്ളവർ ഉളുഹിയ്യത്ത് അറുക്കാൻ ശേഷിയുണ്ടായിട്ട് ഒരു 5, 6, 7, 8 രൂപ ചെലവഴിക്കാൻ ശേഷിയുണ്ടായിട്ട് ചിലവഴിക്കാതിരിക്കുകയാണെങ്കിൽ സ്ത്രീകളെ, പുരുഷന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ ശ്രദ്ധിക്കുക. നമ്മൾ ഇന്ന് തന്നെ നമ്മുടെ മനസ്സിനെ മാറ്റുവാൻ തയ്യാറാവണം. ഉളുഹിയ്യത്ത് എന്നുള്ളത് മഹാ ഇബാദത്താണ്, വലിയ ഇബാദത്താണ്. ആ ഇബാദത്തിൽ നമ്മുടെ കൂടി അംശമുണ്ടാവണം, നമ്മുടെ കൂടി വികാരമുണ്ടാവണം, നമ്മുടെ കൂടി താല്പര്യം ഉണ്ടാവണം, നമ്മുടെ കൂടി പങ്കാളിത്തം ഉണ്ടാവണം. ലയ്യനാലുല്ലാഹു ദുമൂഹ വലാ ദിമാഉഹ. അല്ലേ? ലുഹൂമോ ദിമാഓ അല്ല അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തുക. പക്ഷേ നമ്മുടെ കൽബാണ്, ശരിയാണ്. പക്ഷേ ആ കൽബെത്തണമെങ്കിൽ ഒരു ബലി അർപ്പണത്തിന് തയ്യാറാവണം. നമ്മൾ എന്തൊക്കെ ചെലവഴിക്കുന്നുണ്ട്, എത്രയൊക്കെ ചെലവഴിക്കുന്നുണ്ട്? ഉളുഹിയ്യത്തുൽ ഖുതുബ വിശദീകരിച്ചതാണ്. ആ ചെലവഴിക്കുന്ന കൂട്ടത്തിൽ ഉളുഹിയ്യത്തിന് വേണ്ടി ചെലവഴിക്കാൻ തയ്യാറാവുക. ഈ 10 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. إن الحمد لله وصلى الله على خاتم الأنبياء والمرسلين وعلى آله وأصحابه أجمعين وعلى من تبع الهدى إلى يوم الدين. أما بعد يا أيها الإخوان والأخوات اتقوا الله عباد الله نوصيكم ثانيا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന ബോധത്തോടുകൂടി അമലുകളെ നിയന്ത്രിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് ഒന്നുകൂടി ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും പരിപൂർണമായ ആഫിയത്തും ഈമാനും പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, മഴക്കാലം ഏറെക്കുറെ ആരംഭിക്കുന്നു എന്നാണ് തോന്നുന്നത്. തണുപ്പ് മഴ വരുമ്പോഴുണ്ടാവും. പ്രത്യേകിച്ച് മഴ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊക്കെ ഷൂ ധരിക്കുന്നവരായിരിക്കും. അല്ലേ? വസ്ത്രങ്ങളൊക്കെ തട്ടി കുഴയണം. രാത്രി കിടക്കാൻ പോകുമ്പോൾ കിടപ്പറയിൽ വിരിപ്പുകൾ തട്ടി നോക്കണം, തലയിണകൾ തട്ടി നോക്കണം. രാവിലെ ഷൂ ധരിക്കുമ്പോൾ ഷൂ തട്ടി നോക്കണം. റസൂലുള്ളാഹിയുടെ ഹദീസാണ്, സുന്നത്താണ്. അപ്പോൾ ഷൂ പല ഇഴജന്തുക്കളും പ്രാണികളും ഷൂവിൻ്റെ അടിയിലുണ്ടാവും. നമ്മൾ കാണാതെ ധരിക്കും. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതിന് വിഷമേൽക്കാം, ചിലപ്പോൾ മരിക്കാം. പ്രത്യേകിച്ച് മഴക്കാലമാകുമ്പോൾ പ്രത്യേകിച്ച് ഇത്തരം ജന്തുക്കൾ കടന്നു വരാൻ, കയറി വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ജീവിതക്രമത്തിൽ രാവിലെ തുടങ്ങുമ്പോൾ പ്രാർത്ഥനയോടുകൂടി എഴുന്നേറ്റ് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ഷൂ ധരിക്കുമ്പോൾ, ചെരുപ്പ് ധരിക്കുമ്പോഴൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ജീവിതം തിരക്ക് പിടിച്ച് ഓട്ടാണ്. ആ ഓട്ടത്തിനിടയിൽ ഇത്തരം കാര്യങ്ങൾ മറന്നു പോകരുത് എന്ന് ഓർമ്മിക്കുകയാണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴായാലും ഒക്കെ നമ്മൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ മഴ കാലാവസ്ഥ ഒക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ശപിക്കരുത്. അല്ലേ? നമ്മൾ നല്ല മഴയാണ്, നല്ല ചൂടാണ്, നല്ല വെയിലാണെന്നൊക്കെ പറയുമ്പോഴും കുറ്റപ്പെടുത്തുന്ന പ്രയോഗങ്ങൾ നമ്മിൽ നിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നുകൂടി നമ്മൾ
ഓർമ്മിക്കേണ്ടതാണ്. പിന്നെ മഴയാണ്, റോഡിലൂടെ പോകുമ്പോൾ മറ്റു വാഹനങ്ങൾ അവരുടെ തിരക്ക് പിടിച്ച ഓട്ടത്തിന് ചിലപ്പോൾ അല്പം ചളിയൊക്കെ തെറിച്ചു വരാം. നമ്മുടെ നാവിനെ, നമ്മുടെ മനസ്സിനെ അവർക്കെതിരെ മോശമായ രൂപത്തിൽ പ്രതികരിക്കുന്നതിൽ നമ്മൾ ശ്രദ്ധ കാണിക്കണം എന്ന് ഓർമ്മിക്കുകയാണ്. ഈ രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ പോകുന്ന ചില പദപ്രയോഗങ്ങൾ, മനസ്സുകൊണ്ടോ നാവുകൊണ്ടോ ഉള്ള പദപ്രയോഗങ്ങളെ കൂടി നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി എടുക്കണം എന്ന് ഓർമ്മിക്കണം. അതേപോലെ നമുക്കുള്ള ജീവിതത്തിൽ ഏത് വിഷയത്തിൽ ഒരു തിന്മ കണ്ടാലും വളരെ സഹോദര ബുദ്ധിയ അവയെ ആ തിന്മകളെ കുറിച്ച് ഓർമ്മിപ്പിക്കുവാൻ ജാഗ്രത ഉണ്ടാവണം എന്ന് കൂടി ഓർമ്മിക്കണം. ഈ രൂപത്തിൽ നമ്മുടെ സ്കൂളുകൾ തുറന്നു, കുട്ടികൾ പഠനങ്ങൾ ആരംഭിച്ചു, കോളേജുകൾ തുറന്നു, കുട്ടികൾ കോളേജിൽ പോകാൻ തുടങ്ങി. നമ്മുടെ മക്കൾക്ക് ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കാൻ നമ്മളെല്ലാവരും തയ്യാറാണ്. നമ്മളൊക്കെ ആദിയിലാണ്, പ്രതീക്ഷയിലാണ്, പേടിയിലാണ്, എല്ലാം ഉണ്ട്. നമ്മുടെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ എല്ലാ വികാരവും ഒരു രക്ഷിതാവിനുണ്ടാകും. കൂട്ടത്തിൽ നമുക്ക് അവർക്ക് വേണ്ടി കൊടുക്കാനുള്ളത് ഈ പുണ്യമായ ദിനങ്ങളിൽ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്. ബാക്കിയൊക്കെ നമ്മൾ ചെയ്തു, ദുന്യാവുമായി ഭൗതികമായി എല്ലാം നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു. ഇനി നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്. ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥന നമ്മൾ മറക്കാൻ പാടില്ല. പടച്ചോൻ ഇന്ന് രാവിലെ 8 മണിക്ക് എൻ്റെ മോൻ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. അവന് നല്ല ബുദ്ധി കൊടുക്കണേ എന്ന്, അവന് പഠിപ്പ് കൊടുക്കണേ എന്ന്, നല്ല രൂപത്തിൽ ഉയരണേ എന്ന്, ഇതിനേക്കാൾ നല്ല ജീവിതം പരലോകത്ത് കൊടുക്കണേ എന്ന്, ഇതിനേക്കാൾ നല്ല കാഴ്ചയും ഇതിനേക്കാൾ നല്ല പരിഗണനയും നീയും കൊടുക്കണേ എന്ന്, അവൻ്റെ അധ്യാപകനോ അവനെ പരിഗണിക്കുന്നതിനേക്കാൾ നല്ല പരിഗണന നീ അവന് കൊടുക്കണേ എന്ന്, അവന് നീ റഹ്മത്ത് ചൊരിയണേ എന്ന് ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ രക്ഷിതാക്കന്മാർ തയ്യാറാവണം. ആ രൂപത്തിലുള്ള പ്രാർത്ഥനയാണ് ഇനി നമുക്ക് മക്കൾക്ക് വേണ്ടി സമർപ്പിക്കാനുള്ളത്. ആ രൂപത്തിലുള്ള നല്ല ഒരു ജീവിതം നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അർഹമുറാഹിമായ അല്ലാഹുവേ, മുസ്ലിമായി ജീവിക്കുവാനും മുസ്ലിമായി മരിക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകണേ റഹ്മാനെ. അർഹമുറാഹിമായ അല്ലാഹുവേ, എല്ലാം കാണുന്ന, എല്ലാം നിയന്ത്രിക്കുന്ന അർഹമുറാഹിമായ അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിച്ച് മരിക്കുന്നവരിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തരുന്ന ലാ ഇലാഹ ഇല്ല